ഹലോ നമസ്കാരം. എജുപ്ലാന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർണാടകയിൽ MBBS അല്ലെങ്കിൽ BDSന് അഡ്മിഷൻ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ മെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ കർണാടകയുടെ എക്സാം അതോറിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ www.kea.kar.nic.in അതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത്. കേരളത്തിലെ CEE എന്ന് പറയുന്ന വെബ്സൈറ്റ് പോലെ തന്നെ കർണാടകയുടെ വെബ്സൈറ്റ് ആണ് KEAയുടെ വെബ്സൈറ്റ്. അപ്പോൾ അതിൽ രജിസ്ട്രേഷന്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഈ വീക്കിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സപ്പോർട്ടോ ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതുപോലെ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട്സ് ആണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളതെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടും ചോദിക്കാവുന്നതാണ്. ഇനി കർണാടകയിലെ MBBS അല്ലെങ്കിൽ BDSന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ MBBS അറൌണ്ട് 460 മാർക്ക് വരെയാവും കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത്. അതിന് താഴെ മാർക്ക് വരുന്നവർക്ക് MBBS കിട്ടാൻ ചാൻസ് കുറവാണ്. ഇനി ഒരു 300 to 460 റേഞ്ചിൽ മാർക്ക് വരുന്നവർക്ക് MBBS നോക്കാൻ ഈ വർഷം താല്പര്യം ഉണ്ടെങ്കിൽ കർണാടക ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. കാരണം അറൌണ്ട് 70 to 80 ലാഖിലൊക്കെ കർണാടകയിൽ MBBS അവൈലബിൾ ആണ്. അതായത് 12 ലാഖ് 13 ലാഖ് ആ റേഞ്ചിലൊക്കെ ഫീസ് വരുന്ന കോളേജുകൾ കർണാടകയിലുണ്ട്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും അറൌണ്ട് ഒരു 50 ലാഖ് ടോട്ടൽ എക്സ്പെൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കർണാടകയിൽ ഒരു 20 ലാഖും കൂടെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഒരു 300 to 460 മാർക്ക് വരുന്നവർക്ക് കർണാടക ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും നിർബന്ധമായിട്ടും ഈ വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ ഈ കോളേജ് ഡീറ്റെയിൽസ് ഇപ്പോൾ 12 ലാഖ് 13 ലാഖ് റേഞ്ചിൽ വരുന്ന കോളേജുകൾ ഏതൊക്കെയാണ്, അവരുടെ ലൊക്കേഷൻ ഏതൊക്കെയാണ്, എന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പറും വാട്സപ്പ് ലിങ്കും ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ BDSന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നഴ്സിംഗിന് അറൌണ്ട് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ 12 ലാഖ് അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലൊക്കെ അത്യാവശ്യം സെൽഫ് ഫിനാൻസിങ് മാനേജ്മെന്റ് സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഡൊണേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു BDS കർണാടക ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ 8 to 10 ലാഖ് ടോട്ടൽ പാക്കേജിലൊക്കെ കർണാടകയിൽ BDS അവൈലബിൾ ആണ്. ലാസ്റ്റ് ഇയർ വെച്ച് നോക്കുമ്പോൾ ആ ഒരു റേഞ്ചിലുള്ള കോളേജസ് നിരവധിയാണ് കർണാടകയിലുള്ളത്. അപ്പോൾ ഒരു ഡോക്ടർ ആവാൻ താല്പര്യമുള്ളവർക്ക് BDS ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് കർണാടക ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. അവർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കർണാടകയുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുപോലെ അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും, അത് ബാംഗ്ലൂരാണ് വരിക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സപ്പോർട്ട് ഹെൽപ്പ് ആവശ്യമുള്ളവർക്കൊക്കെ നമ്മളായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ BDS കുറഞ്ഞ ഫീസിൽ അവൈലബിൾ ആയിട്ട് കോളേജുകളുടെ ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് വീഡിയോസ് മാത്രമല്ല, ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.